നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവി. BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി കനത്ത തോൽവിയിലേറ്റ ആ ഒരു ഞെട്ടലിൽ നിന്ന് മുക്തരായിക്കൊണ്ട് ഉയർത്തെഴുന്നേൽപ്പിന്റെ പുതിയ പാഠങ്ങൾ തേടുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. ഇത് എത്രത്തോളം പ്രായോഗികമാകും, എത്രത്തോളം നടപ്പിലാക്കാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് CPM പ്രവർത്തകർക്കിടയിലും അതുപോലെ നേതാക്കൾക്കിടയിലും ഇപ്പോഴും സംശയം ബാക്കിയാണ്. എങ്കിലും ഒരു ഉയർത്തെഴുന്നേൽപ്പ് അത്യാവശ്യമാണ്. വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ, ഇനി വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അതിനുശേഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, അങ്ങനെ തെരഞ്ഞെടുപ്പുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഒരു ഉയർത്തെഴുന്നേൽപ്പ് സാധ്യമായില്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ അവസ്ഥ ഇന്ത്യയിൽ തന്നെ എന്താകും എന്ന ചോദ്യമാണ് മുതിർന്ന നേതാക്കൾ ചോദിക്കുന്നത്. കാരണം കേരളത്തിൽ മാത്രമുള്ള ഒരു തുരുത്തായി മാറിയ CPM ഇപ്പോൾ ഇന്ത്യയിൽ ഒരിടത്തും ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് നേതൃമാറ്റത്തിന് അടക്കമുള്ള സാധ്യതകൾ തേടുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യ മാർക്സിസ്റ്റ്. പാർട്ടി ഘടകങ്ങളിൽ ഉയർന്ന നേതൃമാറ്റം വരെയുള്ള ആവശ്യങ്ങൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പരിശോധിക്കുന്നുണ്ട്. ജില്ലാ ഏരിയ തലത്തിൽ നിന്ന് സംസ്ഥാന സെന്ററിന് ലഭിച്ച റിപ്പോർട്ടുകളും ഓരോ ജില്ലയിലും പങ്കെടുത്ത സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളുടെ അഭിപ്രായങ്ങളുമാണ് പരിശോധിക്കുന്നത്. ഇതെല്ലാം ഉൾപ്പെടുത്തിയുള്ള സമഗ്ര റിപ്പോർട്ട് 3 ദിവസങ്ങളിലായി സംസ്ഥാന കമ്മിറ്റിയിൽ അവതരിപ്പിക്കും. പരാജയത്തിന്റെ കാരണങ്ങൾ, സംഘടനാ സംവിധാനത്തിലെ വീഴ്ച, പാർട്ടി പ്രവർത്തന രീതിയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്നിങ്ങനെ 3 തലത്തിലാണ് വിശകലനങ്ങൾ നടത്തുക എന്നാണ് സൂചനകൾ. 10 വർഷത്തെ ഭരണം സംഘടനയെ പലതലത്തിലും മരവിപ്പിച്ചതായി നേതാക്കൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ജനങ്ങൾക്ക് വിശ്വാസമുള്ള നേതാക്കൾ ഇല്ലാതാകുന്നു എന്നത് മറ്റൊരു സത്യമാണ്. ജനങ്ങൾക്ക് പൂർണ്ണമായി വിശ്വസിക്കാവുന്ന പഴയകാല കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ ഒരു പട്ടികയുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു നേതാക്കളിൽ ജനങ്ങൾ വിശ്വാസത്തിലെടുക്കുന്ന, ജനങ്ങളോട് ഒരു കാര്യങ്ങൾ പറഞ്ഞാൽ ജനങ്ങൾക്കത് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു നേതാവ് പോലും CPM-ൽ ഇല്ല എന്നതാണ് സത്യം. സംസ്ഥാന കമ്മിറ്റിയിലെ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചകൾ കൂടി അടിസ്ഥാനമാക്കിയായിരിക്കും ഭാവി പ്രവർത്തനം തീരുമാനിക്കുക എന്നാണ് റിപ്പോർട്ടുകൾ. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ എന്നിവർക്കൊക്കെ എതിരെ അതിരൂക്ഷ വിമർശനങ്ങളാണ് ജില്ലാ കമ്മിറ്റികളിലും ഏരിയ കമ്മിറ്റികളിലും അടക്കം ഉയർന്നു വന്നത്. ഇവരെയൊക്കെ മാറ്റണം എന്നുള്ള ആവശ്യം തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്നു. MV ഗോവിന്ദൻ, KK രാഗേഷ്, പിണറായി വിജയൻ തുടങ്ങിയ മുൻനിര നേതാക്കൾ മാറി നിൽക്കണം എന്ന ആവശ്യം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷമുള്ള പല ചർച്ചകളിലും നേതാക്കൾ ഈ ഒരു ആവശ്യം മുന്നോട്ട് വച്ചിരുന്നു. ഇത് ഗുരുതരമായ രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് CPM-നെ എത്തിച്ചിരിക്കുന്നു. അതിൽ ഈ നേതാക്കൾക്കുള്ള പങ്ക് വളരെ വലുതാണ് എന്നും പറയപ്പെടുന്നു. പ്ലീനം വിളിക്കണം എന്ന ആവശ്യം ജില്ലകളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. കേന്ദ്ര കമ്മിറ്റിയിലും ഇക്കാര്യം ചർച്ച ചെയ്തിരുന്നു. ഇന്നലെ സെക്രട്ടേറിയറ്റ് യോഗത്തിലെ ചർച്ചയിലും പ്ലീനമാകാം എന്ന നിലപാട് തന്നെയാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ ചർച്ചയുടെയും ജില്ലകളിൽ നിന്നുള്ള അഭിപ്രായവും അടിസ്ഥാനമാക്കിയുള്ള തെരഞ്ഞെടുപ്പ് അന്തിമ റിപ്പോർട്ട് അത് ഇന്ന് അന്തിമമായി തീരുമാനിക്കും. നാളെയും മറ്റന്നാളുമായി ബാക്കി ചർച്ചകളുമൊക്കെ നടക്കും. നേതൃമാറ്റം എന്നതിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. ഒപ്പം പ്ലീനം നടക്കാനുള്ള സാധ്യതയും പാർട്ടി വൃത്തങ്ങൾ തേടുന്നുണ്ട്.